അതാ ഇക്കൊക്കെ പോയല്ലോ. ചായ ഉണ്ടാക്കിട്ട് വരട്ടോ. എനിക്ക് അവസ്ഥ നിങ്ങൾക്ക് മുടിച്ചിരി കൊടുക്കാം. സ്റ്റാൻഡ് അപ്പ് സ്റ്റാൻഡ് അപ്പ് സ്റ്റാൻഡ് അപ്പ്. പോളിയോ വെക്കാൻ പോവാണ്ടേ ഇന്ന് രാവിലെക്കുട്ടിക്ക് പോളിയോ വെക്കുന്ന ദിവസമാണ്. ഇന്ന് രാവിലെ ആള് നേരത്തെ നീച്ചിട്ടുണ്ട്. അത് കാരണം പരിപാടികളൊക്കെ വൈകും ചെയ്തു. ഇപ്പൊ ഓൾക്ക് പോകാൻ നേരത്തെ പോയി നീച്ചിക്കാണ്. ഓൾക്ക് നല്ല കുട്ടിയുടെ നേരത്തെ നീക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉറങ്ങിയിട്ട് ഇപ്പോൾ നീച്ചിക്കാണ്. ഇപ്പോൾ ഒരു തലക്കെ കുളിപ്പിക്കുന്നുണ്ട്. ഞാൻ ഓൾക്കുള്ള ഫുഡും ഒക്കെ ഉണ്ടാക്കും. ഇപ്പൊ പോയി വന്നാൽ പനി വയ്യായി കഴിഞ്ഞിട്ട് ഇപ്പൊ ഫുഡ് കഴിക്കുമല്ലോ. നല്ല പഠിയണുള്ളൂ. ഈ അമ്മിക്കുട്ടിനൊക്കെ കുളിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ കുട്ടനെന്താ പുട്ടും ചെറുപയറും ആളോടും ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ വേഗം ഈ അമ്മിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കട്ടെ. അമ്മമ്മ തിന്നാ നീ പോയി വന്ന അമ്മമ്മ ഒന്നും വേണ്ടി വരില്ല എനിക്ക്. എന്നാ ബിസ്മില്ലാ. അവിടെ ഇപ്പ വന്നിട്ട് അപ്പൊ ഇപ്പാനെ നോക്കിക്കൊണ്ടിരിക്കുക. തിരിഞ്ഞും മറിഞ്ഞു നോക്കുകയാണ് ഇപ്പപ്പാനെ. ആ അങ്ങോട്ട് ഇപ്പപ്പാനെ നോക്കിയിരുന്നോ. നേരല്ല ഒന്നും നേരല്ല. തീറ്റ കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഇനി വേഗം ഡ്രസ്സ് മാറ്റിക്കട്ടെ. പായി മാറ്റണ്ടേ? യാമിക്കുട്ടി നമ്മളെ എങ്ങോട്ട് പോണേ? സൂചി കുത്താന്. താറ്റല്ല സൂചി വെക്കാനാ. യാമിക്കുട്ടി കൊമ്പൊക്കെ കെട്ടി ഒരുങ്ങിയിട്ടുണ്ട്. ആ കൈയൊക്കെ കെട്ടുന്നുണ്ട്. യാമിക്കുട്ടിയുടെ മാറ്റിൽ കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ വന്നിരുന്നു കേട്ടോ. ഇപ്പാനെ ഇടയിൽ കാണിച്ചോളൂ. ശരിക്കും കാണിച്ചില്ലെന്ന് അറിയില്ല. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. വേഗം മാറ്റിയിട്ട് വെച്ചോ. എനിക്കെപ്പോഴും അപ്പം അതിൻ്റെ കൂടെ കറുപ്പ് ഷാൾ ഇടാനായിട്ട് ഇഷ്ടം. പിന്നെ കറുപ്പിട്ടാൽ നമ്മൾ ഒന്നും കൂടി ഒരു കളറായിട്ട് തോന്നൂല്ലേ. ഇപ്പം എൻ്റെ മുഖമൊക്കെ നല്ല നന്നായതാണ് കേട്ടോ. എൻ്റെ മുഖം കുറച്ച് ദിവസം മുമ്പാണെങ്കിൽ ഇപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ ഓട്ടവും തിരക്കും ഒക്കെ ആയിട്ട് ആകെ ടാനൊക്കെ ആയിട്ട് ആകെ ഡ്രൈനെസ് ഒക്കെ ആയിട്ട് ആകെ കേടന്നിരുന്നു കേട്ടോ. നമ്മുടെ മുഖത്തിൻ്റെ അങ്ങനെയുള്ള 4 പ്രശ്നങ്ങൾ, അതായത് ടാന്, ഡ്രൈനെസ്, അൺഈവൻ സ്കിൻ ടോണ്, ഡൾനെസ്, അതൊക്കെ മാറ്റാൻ 7 ദിവസം മതി കേട്ടോ. ഇതൊക്കെ ഗുഡ് വൈബ്സിൻ്റെ ഉപ്ടൺ നൈറ്റ് ക്രീമാണ് കേട്ടോ. ഇത് 7 ദിവസം മുടങ്ങാതെ രാത്രി നമ്മൾ തേച്ച് കഴിഞ്ഞാൽ മുഖമൊക്കെ നല്ല ക്ലിയർ ആയി വരും. ഉപയോഗിക്കാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. നല്ലൊരു ടെക്സ്ചറാണ് കണ്ടോ. പിന്നെ നല്ല സ്മെല്ലും ആണ്. ഞാൻ പറഞ്ഞില്ലേ എൻഗേജ്മെന്റിന് മുമ്പ് മുഖമൊക്കെ ആകെ ഡള്ളായിരുന്നു. ആ സമയത്ത് എടുത്തതാണ് കേട്ടോ ഇത്. ഇപ്പോഴാണ് ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള ഗുഡ് വൈബ്സിന്റെ ഉപ്ടൺ നൈറ്റ് ക്രീം. അത് നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. നമുക്ക് മുഖത്തൊക്കെ ഈസി ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാനിത് 7 ദിവസം രാത്രി ഉറങ്ങാൻ പോണതിന്റെ മുമ്പ് മുഖത്ത് തേച്ചിട്ടാണ് കേട്ടോ കിടന്നിരുന്നത്. രാവിലെ നീച്ച് മുഖം കഴുകുമ്പോൾ തന്നെ നമ്മുടെ മുഖം ഇങ്ങനെ വൃത്തിയായി ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. കണ്ടില്ല 6ാമത്തെ ദിവസം ആയപ്പോഴത്തേനും മുഖത്തിന്റെ ഡ്രൈനസ് ഒക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മുടെ മുഖം ഗ്ലോ ആക്കാനും നല്ല ബ്രൈറ്റൻ ആക്കാനൊക്കെ ഉള്ള ശക്തിയുള്ള സിറം കൊണ്ട് സമ്പുഷ്ടാണ്. അതുപോലെ ഈ ഒരു ഉപ്ടണിൽ മഞ്ഞളും കുങ്കുമപ്പൂവും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആക്കാനും ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാനും സഹായിക്കും. അങ്ങനെ 7 രാത്രി കഴിഞ്ഞപ്പോഴത്തേനും ഇതാ മുഖത്തിന്റെ റിസൾട്ട് കണ്ടോക്ക്. നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമോ ഒക്കെ വരാൻ പോകുന്നുണ്ടെങ്കിലോ എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിലോ ഒക്കെ നിങ്ങളുടെ മുഖമൊക്കെ ഒന്ന് ഡള്ളായിട്ടുണ്ടെങ്കിൽ നേരാക്കാൻ വേണ്ടി 7 ദിവസം ഇത് യൂസ് ചെയ്താൽ മതി കേട്ടോ. മുടങ്ങാതെ അത്യാവശ്യം കട്ടിക്ക് നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ തേച്ച് കഴിഞ്ഞാൽ മുഖം നല്ല തിളങ്ങി വരും. അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്തു. ഇന്നിപ്പോൾ ആങ്ങളുടെ കൂടെ കേട്ടോ. ഇത് വണ്ടിയില ചോപ്പും കറുപ്പ് ഇതിട്ടിട്ട് ഇപ്പോൾ നടക്കാൻ കഴിയുമോ? ഞങ്ങൾ പോളിയോ വെച്ചിട്ട് വരട്ടോ. ഞങ്ങൾ പോളിയോ വെച്ച് വരുമ്പോഴത്തേനും ഇക്ക മന്തിയൊക്കെ ഉണ്ടാക്കി വെക്കാന്നട്ടോ പറഞ്ഞിരിക്കുന്നത്. ഇക്കാക്ക് ചുളിവിലെ സൂചി വെക്കണത് കാണാൻ കഴിയാഞ്ഞിട്ടാണ്. അല്ല അത് സംഗതി കാത് കുത്തിയപ്പോ കുട്ടിനെ പിടിച്ചൊത്ത മോനായതുകൊണ്ടേ മോന് കുറച്ച് എക്സ്പീരിയൻസ് ഇല്ല മാതിരി എനിക്ക് തോന്നി. സൂചിയാക്കാൻ വേണ്ടിട്ട് അങ്ങനെ കേട്ടോ. ഞങ്ങക്ക് മന്തി വെച്ചതാന്ന് പറഞ്ഞിട്ടേ അപ്പൊ അതൊക്കെ മുങ്ങാണ്. പോവാ ഞങ്ങൾ വരുമ്പോ മന്തി റെഡിയാക്കാറോ? റെഡിയാക്കാര്
ഓക്കെ ബലിയാടാ തമ്മിട്ട് കൊഞ്ചം നേരം നാട് നേരം പിരിക്കും പോയി. ഷെഫ് മോനെ അത്യാവശ്യമായിട്ടൊരു സാധനം എടുക്കാൻ പോയി. 9ാം മാസത്തിൽ വെക്കേണ്ട സൂചിയാണ് കേട്ടോ, 9 10. പക്ഷെ നീണ്ടു പോയി. എൻഗേജ്മെന്റും കാര്യങ്ങളും ഫംഗ്ഷനും ഒക്കെ വരിക കാരണം അങ്ങനെ നീണ്ടു പോയി. ദിലീപിന്റെ സിനിമയിൽ പറഞ്ഞ പോലെ കാവടി തുള്ളി പോകുന്നുണ്ട്. കാവടി തുള്ളി പോകുന്നത് കണ്ടപ്പോഴേ തോന്നിയതായിരുന്നില്ലേ. റിവേഴ്സ് കണ്ടോ, ഞങ്ങളവിടെ മുറ്റത്ത് പണി നടക്കണ കാരണം വണ്ടി മേലെ കയറ്റിട്ടിരിക്കുന്നു. എന്താ കുട്ടിയെ ഒച്ചമ്പാളാകാർക്ക് എന്താ ചെറിയ കുട്ടികളെ പോലെ കാട്ടിട്ട് ഈ ഡ്രസ് ഞാൻ 2ാമത്തെ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഇട്ട സമയത്ത് ഇതിന്റെ ഈ ഷോൾഡർ ഇങ്ങനെ ഇതങ്ങനെ ഇറങ്ങി ചാടിയായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ക്രോസ് ആയിട്ട് ഇട്ടോ, അപ്പൊ ചാടൂല. അപ്പൊ ഇങ്ങനെയുള്ള ഡ്രസ്സുകളെ വള്ളി എപ്പോഴും ക്രോസ് ആയിട്ട് ഇട്ടെടുക്കണം, പോലി ചാടൂല. എന്താണ് മൗലൂദാണ്, പോളി വെച്ചിട്ടൊന്നും പറ്റല്ലേ എന്നൊക്കെ പറഞ്ഞ് മൗലൂദ് ഓതുണ്ട് ഇവിടെ. യാമിക്കുട്ടി വേദന ഒന്നും ഉണ്ടാവില്ലേ? പ്രകൃതി സ്ഥലങ്ങൾ വരും എന്ത് പോകണ്ടോ ഞാനിത് കണ്ടപ്പോ വിചാരിച്ചു ഇങ്ങനെ ഞങ്ങൾ ആലിപ്പറമ്പ് പഞ്ചായത്തിലേക്ക് പ്രകൃതി സുന്ദരമായ വഴിയിലൂടെ ഇങ്ങനെ പോവാണ്. നല്ല രസമല്ലേ ഇവിടെ കറങ്ങി ഫോട്ടോ എടുക്കണ്ടാ. അങ്ങോട്ട് പോകുമ്പോ നമ്മള് വാലിന് തീ പിടിച്ച പോലെ പോകും, ഇങ്ങോട്ട് വരുമ്പോ കോളം മൂട്ടിന് തീ പിടിച്ചിട്ട് എങ്ങനെയായാലും ഫോട്ടോ എടുക്കൽ നടക്കൂല. സ്പോട്ടെത്തിടി സ്പോട്ടെത്തി ആൾക്കാരില്ലേ? ആൾക്കാരുണ്ട്. അതാ അവിടെ ബലിയാടുകൾ. യാമിക്കുട്ടി സ്ഥലം ഓർമ്മ ഉണ്ടോ? യാമിക്കുട്ടിക്ക് ഉറക്കം വന്നിട്ട് കണ്ണും ചെറുതായിക്കണ്. ഒന്ന് സുബൈക്ക് നീച്ചിക്കുന്ന ആളെ വരാൻ നേരത്തെ ഉറക്കത്തിൽ നീപ്പിക്കും ചെയ്തു. അപ്പൊ സംഭവ സ്ഥലം എത്തിട്ടോ. ഞങ്ങള് പോളിയോ വെക്കുമ്പോ ഓരോ പോളിയോ വെക്കുമ്പോഴും ചെറുപ്പം മുതലുള്ള ഓരോ പോളിയോ വെക്കുമ്പോഴും പറയും ഈ സൂചിയാണ് കടുപ്പം, ഈ സൂചിയാണ് കടുപ്പം, ഈ സൂചിയാണ് കടുപ്പം എന്നൊക്കെ പറയും. അപ്പൊ എല്ലാരും പറഞ്ഞു ഈ സൂചിക്കാണ് ഭയങ്കര പ്രശ്നമാകാരെന്നൊക്കെ പറയും. ഇതുവരത്തെ സൂചിക്കൊന്നും ഓൾക്കൊരു പ്രശ്നമുണ്ടായി. സൂചി വെക്കുമ്പോൾ ചെറുതായിട്ടൊരു വേദന കരയും, പിന്നെ പനിന്റെ വല്ലാത്തൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പനിക്കും അതിന്റെ വാശി ഇതൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇപ്രാവശ്യം എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഇപ്രാവശ്യത്തെ യാമിക്കുട്ടിയുടെ പോളിയോ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അയ്യല്ലടെ പിടിച്ചെടുക്കേണ്ട അമ്മമാരാണുള്ള പിടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ബലിയാടുകളായിട്ട് ഇങ്ങനെ കാത്തിട്ടോ. യാമിക്കുട്ടി എന്തോ ഒരു മണത്തൊക്കെ ഇവിടെ വന്ന് പോകുമ്പോ വലിയൊരു പന്തി ഉണ്ടാവാറില്ല. അവിടെ ഉള്ളിൽ പന്നി വെറുതെ ആയോ. അവിടെ ചെറിയ ചെറിയ കുട്ടികളുണ്ടായിരുന്നു. നാല് പേരും നോക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാ കാര്യങ്ങളും അറിയാം. ആരൊക്കെ വീഴുന്നുണ്ട്, എത്ര ആൾ. ഇന്നത്തെ എല്ലാ കണക്കെടുപ്പും യാമിക്കുട്ടികൾക്കുണ്ടായിരുന്നു. ഒരാൾക്ക് വന്നുപോയി, മുഖം മൂടിയിട്ട് ഒരാൾ വന്നുപോയി. ഇന്നിവിടെ എന്തെങ്കിലും സംഭവിച്ചാ പോലീസ് യാമിക്കുട്ടിനെ കൊണ്ടുപോയാ ആരൊക്കെ എന്തൊക്കെ വന്നു പോയി ഒക്കെ ആൾക്കാര് നിങ്ങൾ നമ്പറാണോ? 9400 കേട്ടോ. കാര്യങ്ങൾ ചെയ്യുന്നതിൽ താല്പര്യക്കുറവ് അല്ലെങ്കിൽ സങ്കടം പോലെ വരും, കരച്ചിൽ വരിക, അങ്ങനെ ഉറക്കക്കുറവ്, ചിലപ്പോ പാല് കുടിക്കാൻ പിള്ളേരെ എഴുന്നേക്കുമ്പോൾ ഞാൻ നേരത്തെ നിൽക്കാൻ തുടങ്ങിയിട്ടാണ്. അതായത് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ശ്രദ്ധക്കുറവ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാര്യമൊന്നുമില്ല. വരുന്നുണ്ട്. നോക്കട്ടെ, പല്ല് നോക്കട്ടെ, പല്ല് നോക്കട്ടെ. ഒന്നുകൂടി ഒന്നുകൂടി കയ്യിലും ഇടത്തെ കാലും, വലത്തെ കയ്യിലും ഇടത്തെ കാലും കേട്ടോ. നോക്കട്ടെ നോക്കട്ടെ. ഇല്ല
സൂചിയാണ് കേട്ടോ പൊന്നെ, കുഞ്ഞു സൂചിയാണ് കേട്ടോ. ഇല്ല വരുമ്പോ നമ്മൾ PCVയുടെ വാക്സിനാണ് കാലിൽ കൊടുക്കുന്നത്. അലമ്പ് സൂചി വെച്ച് കഴിഞ്ഞില്ലേ? ഹാപ്പി ആയോ? ബ്ലഡ് ഉണ്ടോ? അങ്ങനെ യാമിക്കുട്ടി കാവടി തുള്ളി പോയിട്ട് സൂചിയൊക്കെ വെച്ച് പോന്നു. ഇറക്കുള്ള കുപ്പായിട്ട് എടുക്കണം പറഞ്ഞു. കാരണം ഈ പൊടിയും ഇതൊക്കെ ഇങ്ങനെ വരുന്ന സൂചിയൊക്കെയുള്ള സുഖത്തിന് ആ സുഖത്തിന് ഞാൻ കയ്യും കാലൊന്നും ഇല്ലാത്ത ഇട്ടു പോകുന്നു. പക്ഷെ കവർ ചെയ്യണം എന്നാ അവള് പറഞ്ഞത്. ഇതിന് പനിക്കൊന്നും പോക വലിയ പനിക്കൊന്നും ചെയ്യില്ല. ഇത്ര കുത്തി വെക്കുമ്പോൾ ആണെന്നുണ്ട് കരഞ്ഞു അത് അപ്പൊ തന്നെ നിർത്തിട്ടോ. പതിവ് പോലെ തന്നെ വലിയൊരു അലമ്പൊന്നും ഇല്ല. പരിക്കൂലെന്നാ പറഞ്ഞതും ഉഷാറായി. ഒക്കെ മറന്നു എല്ലാതും. പിന്നെ പെട്ടെന്ന് മറക്കും. പെട്ടെന്ന് മറക്കും. തടിക്കും ചെയ്തു കണ്ണും ഇതൊക്കെ പോയിക്കണം. ബോധം ചെറുതായിട്ട് നഷ്ടപ്പെട്ടു. ബോധം പോയാ തലന്റെ നമ്മളെ ബുക്ക് എടുത്തല്ലോ അല്ലേ? ഷുഫ്മാൻ ആ സിനിമയില് മമ്മൂട്ടി ബാഗ് പിടിച്ച പോലെ. ജ്യോതികന്റെ വണ്ടി പുതിയ സ്കീമുകളൊക്കെ തുടങ്ങിയേക്കണം. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കാരണം വീഡിയോ എടുത്തോ. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചോദിച്ചു. നമുക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കാരണം എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ. അങ്ങനെ ഇപ്പൊ പറയാൻ മാത്രം അബ്നോർമൽ എനിക്കുള്ള ഡിപ്രഷൻ എന്താണെന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാള്ള ഒരു വീഡിയോയില്. എന്റെ ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അതൊന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്. അത് ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. സൗന്ദര്യം കൂടിപ്പോയ എന്റെ ഡിപ്രഷൻ ഉണ്ട്. സൗന്ദര്യം ഒന്നും വേണ്ടിയില്ല തോന്നിയിട്ടുള്ളൊരു ഡിപ്രഷൻ. ഭയങ്കര ആരും ഈ വഴി വന്നു പോകരുതെന്ന് യാമിക്കുട്ടി പറയണേ. എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് കാവടി തുള്ളി വന്നതാണ്. ഞാൻ വന്നു ഇനി മേലെ ഞാൻ ഇങ്ങോട്ട് വരില്ല. നിങ്ങളാരും വരരുത്. ഇങ്ങനെ കൈയിട്ടിട്ട് ശരിക്കും ചാനൽ തുടങ്ങൂട്ടോ. എന്നിട്ട് ഇതൊക്കെ പറയും ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകരുത്. അതൊക്കെ കാര്യം പറയല്ലേ. ചാനലിൽ തുടങ്ങിയിട്ട് നാളത്തെ വീഡിയോ അതാക്കാര്യം. ഞങ്ങൾ ഇന്നലെ പോയിരുന്നു. പപ്പയും മമ്മിയും ഒരുക്കി. പക്ഷെ നിങ്ങൾ അങ്ങനെ ഇനി ആരും പോവരുത് അവയർനെസ് തരാൻ വേണ്ടി പെട്ടെന്നൊരു വീഡിയോ അങ്ങനെയൊക്കെ ആയിട്ട് നാളത്തോളം വ്ളോഗ് കമ്പനിയിലൊക്കെ കിട്ടിയിട്ടില്ല കാര്യം. എനിക്ക് അവസ്ഥ നിങ്ങൾക്ക് ആ പറയണം. അതിന്റെ ചോരം കിട്ടോ. ഈ സോക്സ് ഊരി പോരാത്തതിന്റെ ആളുകൾക്ക് കാല് കണ്ടാ പേടിയാവട്ടോ. ഇതെന്താ ഇങ്ങനെ ഒരു കാല് സോക്സ് കൊണ്ട് വലിച്ചിട്ടുണ്ട് കിട്ടാതിട്ട്. യാമിക്കുട്ടിയുടെ ദേഷ്യം കണ്ടത് വന്നോളെ. ഷോക്സ് ഒക്കെ വരുമ്പോൾ അയച്ചിടുക ചെയ്യാ. അങ്ങനെ വീട്ടിലെത്തുമ്പോഴേ അയച്ചിട്ട. എല്ലാരും കാണുന്നുണ്ടോ? എല്ലാരും കാണുന്നുണ്ട്. കാലൊക്കെ നല്ല സ്ഥലങ്ങളല്ലേ പ്രകൃതി സുന്ദരം. കാണുമ്പോ പേടിയാവോ. ഞാൻ പറയും പപ്പനോടെ നല്ല ദേഷ്യക്കാരെ തോന്നുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ മേപ്പെട്ടു എങ്ങനെയുണ്ട് നാളല്ല. ഞാൻ മൂന്നാം മാസത്തില് മൂച്ചിപ്രാന്തും നട്ടപ്രാന്തും ഒക്കെ വരാണ്ടേ. അപ്പൊ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ ആലേക്കും പടച്ചോനെ. ഞാൻ വരക്കും. ഇത്ര പണിയുള്ളൂ. അതിനൊക്കെ കടന്നിങ്ങനെ ചാകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഉൾക്കാർ കളിക്കാൻ കിട്ടണം. അതെന്നെ ഹാപ്പിയായോ? ഇരുന്ന് വരുമ്പോ കുട്ടികൾ ഇങ്ങനെ തലയിലത്തതും കാലുമത്തതും കഴിച്ച് കൈ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ കുട്ടികളെ സ്ഥിരം ഒരു എന്തൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് പോവോ അതൊക്കെ തിരിച്ചു വരുമ്പോ കൈകളൊക്കെ നീ ഡോർ തുറന്ന് വന്ന് കുട്ടീനെ എടുക്കണം. അങ്ങനെയാണ് പപ്പെടുക്കുക.
സൂചിയൊക്കെ പോയതാറ എന്ത് എന്നാ ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കാം. എത്ര കുത്തി? 2 എണ്ണം, കയ്യമ്മയും കാലുമ്മയും. ഒന്ന് വലത്തെ കാലുമ്മ ഇവിടെ, 2 വലത്തെ കാലുമ്മയും വലത്തെ കയ്യമ്മയും. 2 ഭയങ്കര കടുത്ത പനി ഉണ്ടാവും പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാല്. അതെ, അപ്പൊ എന്താ മരുന്നൊന്നുമില്ല, ഗുളികയൊന്നുമില്ല. എന്താ നിക്കണ ഷെഫ് മോൻ കരഞ്ഞിട്ട് സൂചി വെക്കുമ്പോ കുത്തണ്ട ഓലങ്ങനെ പലതും പറയും കടുത്ത പനി ഉണ്ടാവും എന്നൊക്കെ. പക്ഷെ ഓൾക്ക് എന്താ വരെ ഓളെ കുത്തിയിട്ട് പനി വന്നിട്ടില്ല. പക്ഷെ ഈ പ്രാവശ്യത്തിന് പനിക്കൂല, അത്ര ഇതിനൊരു കുഴപ്പമില്ല. ഡോക്ടർ പറഞ്ഞു വാ വാ സോക്സ് ഊരട്ടെ, വാ പായ കഴിക്കട്ടെ, വാ ഇങ്ങോട്ട് വായോ. സോക്സ് ഊരി തരാം, സോക്സ് ഊരി തരാം. പപ്പ ഒന്നും പറയണ്ട, ഇന്നെ സൂചി വെക്കാൻ വിട്ടിട്ട് പപ്പ. സോക്സ് ഊരി തരാം, വാ. ഇത് ഊരണ്ടേ ഊരണ്ടേ, ഇങ്ങോട്ട് വാ. ഇതാണ് യാമിക്കുട്ടിയുടെ കളിസ്ഥലം. അനങ്ങിയ പോവും അതിന്റെ ഉള്ളിക്ക്. കുട്ടി നമുക്ക് മന്തി പാമ്പ് കഴിക്കാൻ പോവാ. യാമിക്കുട്ടി ഇതാ കുപ്പായൊക്കെ മാറി ഫ്രഷായി ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ, ബിസിയാ. നിങ്ങൾ മന്തി ഉണ്ടാക്കിയിട്ടില്ല? എവിടെ മന്തി ഉണ്ടാക്കുന്നത്? എവിടെ നിങ്ങളീ ആരിപ്പറമ്പിൽ ആകെ പോകാനൊരു 10 മിനിറ്റും വരാനൊരു 10 മിനിറ്റും, ഒരു 10 അവിടെ സൂചിക്കാൻ 30 മിനിറ്റ് കൊണ്ട് എവിടുന്ന് മന്തി ആകാനാ? 30 മിനിറ്റ് കൊണ്ടൊക്കെ മന്തി ഉണ്ടാക്കാൻ എടുക്കാനൊക്കെ എനിക്കറിയാം. സൂചി വെച്ചുകൊടുത്ത് രോഗാണുക്കളും കിടാണുക്കളും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുൾ കൈയും ഫുൾ പാൻറ്റൊക്കെ ഇട്ട് കൊടുക്കണം പറഞ്ഞേക്കണം. അപ്പോൾ അവൾക്ക് ഫുൾ കൈയും ഫുൾ പാൻറ്റും ഇല്ല, വേറൊരു ഫുൾ പാൻറ്റും വേറൊരു ഫുൾ കൈയും കൂടി കൂട്ടിയിട്ട് ഒരു സൂപ്പർമാൻ ആക്കി കൊടുത്തിട്ടുണ്ട് യാമിക്കുട്ടിനെ. കണ്ടോ, അതാണ് ഓളെ ഫേവറേറ്റ് സ്പോട്ട്. സൂപ്പർമാനാ? സ്റ്റാൻഡ് അപ്പ് സ്റ്റാൻഡ് അപ്പ് സ്റ്റാൻഡ് അപ്പ്. എന്നെ വന്നിട്ട് അടുക്കളയ്ക്ക് വന്നിട്ടുണ്ടായില്ല. ഞാൻ മന്തി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇതാ കണ്ടോ, ഉണ്ടാക്കിയിട്ടുണ്ട്. മന്തിയൊക്കെ ഇവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മുളക് കുത്തിയത് കണ്ടാൽ തന്നെ അറിയാം നമ്മളെ ഫതുവാസ് ചിക്കന്റെ മന്തിയാണ് ഇത് അല്ലേ? അതാ ഫതുവാസ് ചിക്കന്റെ ഞാൻ പറഞ്ഞു, ഫതുവാസ് കിച്ചന്റെ മന്തി കഴിക്കാം. യാമിക്കുട്ടിക്ക് പനിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പനി വരികയാണെങ്കിൽ മരുന്ന് കൊടുത്താൽ മതി എന്നാ പറഞ്ഞു. ഇതുവരെയുള്ള പോലത്തെ പ്രശ്നമുള്ള കുത്തിവെപ്പ് അല്ലത്ര ഇത്. 10 മാസത്തത് പനി വരൂല എന്നാണല്ലേ? ഞാനിപ്പോൾ ഇട്ട ഡ്രസ്സ് ഓൺലൈനായിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. ഇതൊരു ക്രഷ് ടൈപ്പ് ഒരു മെറ്റീരിയലാണ്, അതായത് ക്രേപ്പിന്റെ ക്രഷ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇതിന്റെ പേരെന്താ പറയാനറിയില്ല. ക്രേപ്പ് ടൈപ്പ് മെറ്റീരിയലാണ്, പക്ഷെ നല്ല നല്ല പ്രിന്റുകൾ ഉണ്ട് കേട്ടോ. അതിന്റെ അടുത്ത് ഇതിന്റെ കഴിഞ്ഞ ദിവസം ഞാനൊരു ചുരിദാറിട്ടില്ലേ രാവിലത്തെ വ്ളോഗിലത്തെ, അതെന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതും കൂടി ഒരുമിച്ചിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. അവർ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടെങ്കിൽ അതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ. അതേപോലെ അവർക്ക് യൂട്യൂബ് ചാനലും ഉണ്ട് തോന്നുന്നുണ്ട്. എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾ വാങ്ങിച്ചോളുണ്ട് കേട്ടോ. കാരണം ഇത് കളറൊന്നും പോകില്ല, ചുരുങ്ങൂല, അങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയലാണ്. ക്രേപ്പ് അറിയാലോ, നല്ല നല്ല പ്രിന്റും നല്ല നല്ല കളേഴ്സ് ഒക്കെയാണ്. പിന്നെ റേറ്റ് എത്ര 700 സംതിങ് ഉള്ളൂ ഇതിന് റേറ്റ്. ഇതിങ്ങനെ കോളറിനൊക്കെ ആണ് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഫീഡിങ് ഫ്രണ്ട്ലിയാണ്, ബട്ടൺസ് ഉണ്ട് ഇത് വരെ. പിന്നെ ഇവിടെ ഇങ്ങനെ ഞെറിവുണ്ട്, നടിയത്തെ ഈ തട്ടിലും ഞെറിവുണ്ട്. അങ്ങനെ ഫുൾ ലെങ്ത് ആയിട്ടൊരു ഡ്രസ്സാട്ടോ. എല്ലാ വീഡിയോയിലും ഇത് കണ്ട അപ്പൊ ചോദിക്കും. ഇതിന്റെ വില 2800 രൂപയാണ്. ചെറിയ കുട്ടികളുള്ളവര് എന്ത് സാധനം ഓരോന്നും മേടിക്കുമല്ലോ, ഇതെന്തായാലും മസ്റ്റ് ആയിട്ട് മേടിക്കണം. ഇത് മസ്റ്റാണ്. മന്തി ഒന്നും ശീലാക്കണ്ട. മത്തി പൊരിച്ചത്, മത്തിക്കറി, ചോറ്. കളിക്കാൻ തുടങ്ങിയോ? ഓൾക്ക് ഇത് ഓരോന്ന് കണ്ടുപിടിച്ച് കലക്കി കുടിക്കണം കേട്ടോ. സാൻഡ്വിച്ച് വേണം, സാൻഡ്വിച്ച്.
മുടി ചീവി കൊടുക്കാം. പപ്പടം മുടിയൊക്കെ ചെയ്യുക. സെറ്റായോ? ഒരു 5 minutes കൂടി ഒന്ന് വേവിക്കാം. മോനിക്ക് സ്പെഷ്യൽ ഉണ്ടാക്കി തിന്നണ നേരാണ് കേട്ടത്. ഇടക്കിടക്ക് സ്പെഷ്യൽ ഉണ്ടാക്കി തിന്നണം. മോനിക്ക് ഞാൻ അവിടെ ഒരു QSK കൊടുത്ത് കേട്ടോ. അതൊക്കെയാണ് കേട്ടോ ഓൻ്റെ ഐറ്റംസുകൾ. കുറച്ച് സാധനങ്ങൾ ഈ ഫ്രിഡ്ജിൽ ഇട്ടിട്ടോ. എന്നിട്ട് ഇടക്കിടക്ക് ഉണ്ടാക്കുക പിന്നെ തടിയൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. എന്നിട്ട് ഷുഗർ കട്ട്, പിന്നെ ഡയറ്റ്, പിന്നെ തിന്നുക. എന്തായാലും ഞങ്ങള് 4 മണി ചായ കുടിക്കട്ടെ. ആരൊക്കെ അത് നെറൂല് ക്ലിപ്പൊക്കെ വെച്ചിട്ട് ആര് നെറൂല് പൂവൻകോഴിയുടെ പോലെ. ഇത് പൂവൻകോഴിയാ? അമ്മ ചായ ഉണ്ടാക്കിയിട്ട് വരട്ടോ. ഇക്കാക്ക് കട്ടണ പാലോ? ഞങ്ങളെ ബേക്കറി ഷോ. ഞങ്ങൾക്ക് ചിപ്സ്, കാക്കക്കുള്ള മിക്സർ, യാമിക്കുട്ടിക്കുള്ള ബിസ്ക്കറ്റ്. കാപ്പി ചേർക്കില്ല, പൊട്ടിച്ചത് കഴിഞ്ഞില്ലേ? 4 മണി ചായയും ബിസ്ക്കറ്റും അല്ലേ? കൂട്ടുകാർക്ക് കൊടുത്താ കഴിച്ചോ. കാക്കാന്റെ പ്ലേറ്റിൽ നിന്ന് കൊടുത്തോ. അതായിരിക്കും എന്തൊക്കെ ഐറ്റംസുകളൊക്കെ കൊടുത്തു. എന്താ നീലം വെള്ളം, ജലം ജലം, മുജിറ്റ. കാക്ക പോവാത്രേ. അസ്സലാമലൈക്കും. വേഗം വരണം. ചോക്ലേറ്റ് കൊണ്ടുവരണം. കിൻഡർ ജോയ് വേണം. അതാ ഇക്കാക്ക പോയി. അതാ ഇക്കാക്ക പോയില്ലേ. ചെറുവാളി. അങ്ങനെ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇക്കപ്പ കാത്തിരിക്കണ എന്താ വെച്ചാ ഈ റുവായാമി ഒന്ന് ഉറങ്ങി കിട്ടിയാൽ പുറത്ത് പോവാന്ന് വെച്ചിട്ട്. അപ്പൊ അതിന് ഉറങ്ങാനുള്ള പാട്ട് പാടാൻ വേണ്ടി വന്നിക്കുക. ചിലപ്പോ പോക്ക് നടക്കും, ചിലപ്പോ പോക്ക് നടക്കില്ല. അത് നോക്കുക, പാട്ട് പാടി ഉറക്കുക. കൊക്കേര പോയി കുഞ്ഞു പാടുക. ആദ്യം ജനലടക്കാം, അല്ലെങ്കിൽ പിന്നെ എന്താ ഇത് കർട്ടൻ പിന്നെ സൗണ്ട് കേട്ടോ ഓർമ്മൂല. ഇവിടുത്തെ കളി കഴിഞ്ഞു. ഓക്കെ ഡൺ. കൊക്കേര കോഴിക്കുഞ്ഞേ